ഹെലനിസ്റ്റിക്കുകൾ എല്ലാത്തിനും കടന്നുകൂടി. ആരാ ഹെലനിസ്റ്റിക്കുകൾ? അടിസ്ഥാനമായി ദജ്ജാലിൻ്റെ ആളുകൾ. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായ കാര്യങ്ങൾ, ഉദാഹരണം വ്യഭിചാരം അധികരിക്കൽ ദജ്ജാലിന് ആവശ്യമാണ്. വിവാഹം ഇല്ലാതിരിക്കൽ ദജ്ജാലിന് ആവശ്യമാണ്. വിവാഹം ലോകത്താദ്യമായി ഇല്ലാതാക്കിയതാരാ? യൂറോപ്പിൽ വിവാഹമില്ല. ഒരാണൊരു പെണ്ണുമായി കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അതാണ് ഒരു വിവാഹം. 2 മാസം 2 ആഴ്ച കഴിഞ്ഞാൽ വേറൊരാൾ കൂടെ അപ്പം അങ്ങനെ ജീവിക്കും. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എഗ്രിമെന്റ് കിട്ടി, പ്രോമിസ്ഡ് ഫ്രം ഹിസ് ഗോഡ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ എന്ന് പറഞ്ഞാൽ ഹെലനിസ്റ്റുകളെ ഇതിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഖലാസ്, പ്രശുദ്ധാണത്. അത് അല്ലാഹുവിന് ഹബീബായ നബിക്ക് കിട്ടിയ എഗ്രിമെന്റ് ആണ്. പുണ്യ റസൂൽ വന്നപ്പോൾ കൃത്യമായ ഡയറക്ഷൻ ലോകത്തിന് കിട്ടി. ആ കൃത്യമായ ഡയറക്ഷൻ കിട്ടിയപ്പോൾ നേരായ വഴിക്ക് വന്നു. ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മനസ്സിലായില്ല, ജൂതന്മാരിൽ ഓർത്തഡോക്സ് ജൂതന്മാർ ഈ പക്ഷത്ത് നിന്നു, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഈ പക്ഷത്ത് നിന്നു. ഏത് പക്ഷത്ത്? മുഹമ്മദിയ പക്ഷത്ത് നിന്നു. ഈ 2 കൂട്ടരും റോമക്കാരെ അടിച്ചു. സയ്യിദുന ഈസ അവസാനം കുരിശിൽ തറക്കാൻ വേണ്ടിയിട്ട് പിടികൂടിയിട്ട് കുരിശിൽ തറക്കാൻ വേണ്ടി വിധിക്കുന്നത് ആരാ? ഗ്രീക്കുകാരുടെ ജെറൂസലേമിലെ ഗവർണറായിരുന്ന പിലാത്തോസ്. അടിസ്ഥാനപരമായി അയാൾ ആരുടെ ആളാണ്? ഗ്രീക്കിൻ്റെ ആളാണ്. അപ്പോൾ അന്ന് ജെറൂസലേമിലെ മതം തകർത്തതാരാ? ഗ്രീക്കുകാർ, ഹെലനിസ്റ്റിക് ജൂതന്മാർ. എന്നാൽ ഹെലൻ എന്നത് മറ്റൊരു പേരാണ്. എന്തിൻ്റെ? ഗ്രീസിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ജൂതന്മാർ തന്നെ, പക്ഷെ അവരെ ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ടു. ഹെലനിസ്റ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ട ജൂതന്മാർ. ഇത് നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കി. മക്കയെ നശിപ്പിച്ചതാരാ? ഗ്രീക്കുകാർ. കാരണം ഇവരൊക്കെ ആ കാണുന്ന ലാത്തയായാലും ഉസ്സയായാലും ഹുബലു ആയാലും അതെല്ലാം ഗ്രീക്ക് ദൈവങ്ങളാണ്. മനസ്സിലായില്ലേ? എന്താണ് ഈ ഹുബലു? ബാലിനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. ആരാണ് ഈ ബാല്? സ്യൂസ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കി. അപ്പോൾ ഗ്രീക്കിലെ പ്രധാനപ്പെട്ട ദൈവമാണ് ആര്? സ്യൂസ്. മക്കയിലും പ്രധാനപ്പെട്ട ദൈവമാണ് എന്ത്? സ്യൂസ്, ഈ ഹുബാല്. ബൈബിൾ വിമർശിച്ചിട്ടും ഇതേ ഹുബാലിനെയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. അതായത് ഗ്രീക്ക് സംസ്കാരത്തെ കയറ്റിക്കൊണ്ടുവന്നപ്പോൾ ആ ഗ്രീക്ക് സംസ്കാരത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് അമ്പിയാക്കൾ വന്നത്. അവസാനത്തെ കയറിപ്പോയ നബിയായ സയ്യിദുന ഈസ പോലും അവരുടെ സമരം എന്തിനെതിരെയാണ്? ഗ്രീസിനെതിരെയാണ്. ഗ്രീക്കുകാർ എന്ത് ചെയ്തു? വേദഗ്രന്ഥങ്ങളെ നശിപ്പിച്ചു. വേദഗ്രന്ഥങ്ങളിലേക്ക് ഗ്രീക്ക് താല്പര്യങ്ങളെ കടത്തിക്കൂട്ടി. ഖുർആനെ അള്ളാഹു അതിൽ നിന്ന് രക്ഷിച്ചു. അതിൽ മനസ്സിലായില്ല. ഹെലനൈസേഷൻ നടക്കാത്തൊരൊറ്റ ഗ്രന്ഥമുണ്ടെങ്കിൽ അതേതാണ്? ഖുർആനാണ്. എന്തുകൊണ്ട്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം അതിനെ ഇറക്കി, നാം അതിനെ സംരക്ഷിക്കും. എന്തിന് സംരക്ഷിക്കും? ഹെലനൈസേഷനിൽ നിന്ന് സംരക്ഷിക്കും. ഉദാഹരണം, സബൂറിനെ ആർക്ക് കിട്ടി? ദാവൂദിന് കിട്ടി. ദാവൂദിന്റെ വേദഗ്രന്ഥമാണ് സബൂർ. അതേ ദാവൂദിന്റെ മകനാണ് അലൈഹിസ്സലാം. ആര്? സയ്യിദ് സുലൈമാൻ. അവരുടെയും വേദഗ്രന്ഥം ഏതാണ്? സബൂർ. എന്താ 102-ാമത്തെ ആയത്തിൽ അൽബഖറ പറഞ്ഞത്? വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. സുലൈമാൻ മരണപ്പെട്ടതിൽ പിന്നെ അവർ എന്ത് ചെയ്തു? ബ്ലാക്ക് മാജിക്കിന്റെ പിന്നാലെ പോയി. ആരാണ് ലോകത്ത് ബ്ലാക്ക് മാജിക്കിനെ കൊണ്ടുവന്നത്? ഗ്രീക്കുകാർ. ഏത് കാലത്തും ബ്ലാക്ക് മാജിക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് അതെല്ലാം അങ്ങനെയാണ്. എല്ലാം ബ്ലാക്ക് മാജിക്കാണ്. ബ്ലാക്ക് മാജിക് ഇല്ലാത്ത സിഹർ അതാണ്.
അതായത് വേദഗ്രന്ഥങ്ങൾക്ക് പകരം അവരെന്തിനെ തിരഞ്ഞെടുക്കുക? ബ്ലാക്ക് മാജിക്കിനെ തിരഞ്ഞെടുക്കും. അവർക്ക് നബിമാരുണ്ട്, അവർക്ക് വേദഗ്രന്ഥങ്ങളുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ബ്ലാക്ക് മാജിക്കിന് നബിയുണ്ട്. അവരുണ്ടാക്കിയൊരു നബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചല്ല, പിശാചിൽ നിന്ന് ദുർബോധനം ലഭിക്കുന്ന വ്യക്തി. 20-ാം നൂറ്റാണ്ടിലെ സാത്തനിക് പ്രൊഫറ്റ് ആരാ? അലിസ്റ്റർ ക്രൗളി. അയാൾക്ക് ഗ്രന്ഥമുണ്ട്. അതൊക്കെ വ്യക്തം അതിമനോഹരമായി ഞാൻ എവിടെയോ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയോ അലിസ്റ്റർ ക്രൗളി ജിന്നലാസ് പറഞ്ഞ പുസ്തകത്തിൽ തന്നെ എവിടെയോ ഉണ്ടാവും, ഇല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ടാവും. അലിസ്റ്റർ ക്രൗളിയാണ് ആര്? ദി പ്രൊഫറ്റ് ഓഫ് സാത്താനിസം. അയാൾ ആരാ? ബ്രിട്ടീഷുകാരൻ. അയാൾ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമല്ല, അമേരിക്കൻ പാർലമെന്റ് സെനറ്റ് അംഗവുമല്ല. പക്ഷേ സെനറ്റും പാർലമെന്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമ്മതം വാങ്ങാതെ സദസ്സിൽ കയറി അഭിപ്രായം പറയാൻ വിൻസ്റ്റൺ ചർച്ചിന്റെ കാലത്തെ അർഹതയുള്ള ഒരൊറ്റാൾ അലിസ്റ്റർ ക്രൗളിയാണ്. അയാൾ എന്തിൻ്റെ ആളാ? സാത്താനിസത്തിന്റെ ആശയത, അവരുടെ ഉദ്ദേശ്യം എന്താ? ബ്ലാക്ക് മാജിക്. അലിസ്റ്റർ ക്രൗളിയാണ് ദി ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് സാത്താനിസം. പിന്നെ ഉണ്ട് പിന്നെയുണ്ട്, വേദഗ്രന്ഥം കൊണ്ടുവന്നത് അയാളാണ്. പിന്നെയുണ്ട്. അപ്പൊ ഇവരിവിടെ എന്ത് ചെയ്തു? ഇതാണ് വെസ്റ്റേൺ സ്വഭാവം. പടിഞ്ഞാറിന്റെ താല്പര്യം എന്നും ബ്ലാക്ക് മാജിക് ആണ്. ആ പടിഞ്ഞാറ് ഇങ്ങോട്ട് കയറിക്കൂടും, അപ്പോൾ അവരെ പുറത്താക്കും. ഇവരതിൻ്റെ പാരമ്യതയിലേക്ക് ഏഷ്യയിൽ കയറിക്കൂടി ഏഷ്യയിൽ സാത്താനിസം അല്ലെങ്കിൽ ഗ്രീക്ക് വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാലഘട്ടമാണ് AD 4th സെഞ്ച്വറി, 5th സെഞ്ച്വറി, 6th സെഞ്ച്വറി ഒക്കെ, 7th സെഞ്ച്വറി ഒക്കെ. ആ 6th സെഞ്ച്വറിയുടെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ മുത്തുനബി ജനിച്ചു. 7th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ 610 മുത്തുനബിക്ക് നുബുവത്തും കിട്ടി. 632 ജൂൺ 8 പുണ്യനബി വഫാത്തായി. അതോടുകൂടെ ലോക രാജ്യങ്ങളിൽ മുഴുവനും ഈ വെളിച്ചം സ്വഹാബികൾ എത്തിച്ചു. മനസ്സിലായി പറഞ്ഞത്? അസ്വഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അതോടുകൂടെ വെസ്റ്റേണിസം തകർന്നു, പൊട്ടക്കോട്ടോടി തകർന്നു തരിപ്പണായി. വെസ്റ്റേണിസത്തിന് പിന്നെ റൈസ് എന്നൊരവസ്ഥ ഇല്ല. പിന്നെ വെസ്റ്റേണിസത്തിന്റെ റൈസ് വരുന്നത് AD 1502 ദി ഫസ്റ്റ് കോളനൈസേഷൻ. എന്നാ ഫസ്റ്റ് കോളനൈസേഷൻ 1502, 1502, 1502. അതിനാണ് വാസ്കോ ഡി ഗാമ വന്നത്. താല്പര്യങ്ങളെ കടത്തിക്കൂട്ട്, കേവലം കട്ടുകൊണ്ടുപോകൽ മാത്രമല്ല. പിന്നെ അതിനെ ഒതുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. പിന്നീട് വന്നതെന്താ? അവരും ഇവരും കൂട്ടുകൂടി, ഏഷ്യക്കാരായ ചില തൽപര കക്ഷികളും യൂറോപ്യൻസും തമ്മിൽ കൂട്ടുകൂടി. അവർക്കിടയിലുള്ള പല പൊതുധാരണകളും ഉണ്ടായി. ആ പൊതുധാരണകളുടെ അടിസ്ഥാനത്തിലാണ് 1-2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. ശരിക്ക് തല കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അവർ ആരുടെ ശത്രുക്കളാ? വെസ്റ്റേണികൾ ആരുടെ? അമ്പിയാക്കളുടെ ശത്രുക്കളാ. എപ്പോഴെല്ലാം ഹെൽനൈസേഷൻ ഉണ്ടായോ അപ്പോഴെല്ലാം നബിമാരെ കൊന്നിട്ടുണ്ട്. അവസാനത്തെ നബിയെ കൊല്ലാൻ നോക്കി. അതാരാ? ഈസ. പറ, നബിയുടെ മുമ്പുള്ള അവസാനത്തെ നബിയാണ് ആര്? ഹെൽനൈസേഷനാണ് അവരെ കൊല്ലാൻ നോക്കിയത്. കൊന്നൂന്നും ക്രിസ്ത്യാനികൾ പറഞ്ഞു, മുസ്ലിങ്ങൾ പറഞ്ഞു കൊന്നിട്ടില്ല. പക്ഷെ കൊല്ലാൻ നോക്കിയെന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവർ കൊല്ലാൻ നോക്കി എന്ന കാര്യത്തിൽ ഈ 2 മതങ്ങൾക്കിടയിൽ യാതൊരു തർക്കവും ഇല്ല. ആരാണിത് ചെയ്തത്? ഹെൽനിസ്റ്റിക്കുകൾ, ജൂതന്മാര്. ഏത് ജൂതന്മാർ? ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ട ജൂതന്മാർ.
മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നീട് വന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എഗ്രിമെന്റ് കിട്ടി, പ്രോമിസ്ഡ് ഫ്രം ഹിസ് ഗോഡ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ എന്ന് പറഞ്ഞാൽ ഹെൽനിസ്റ്റുകളെ ഇതിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഖലാസ്, ശുദ്ധാണത്. അത് അള്ളാഹുവിന് ഹബീബായ നബിക്ക് കിട്ടിയ എഗ്രിമെന്റ് ആണ്. ഏഷ്യക്കാരെ ഭയപ്പെട്ട് ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങൂല. എന്തുകൊണ്ട്? ഏഷ്യക്കാരത് ചെയ്തിട്ടില്ല, ചെയ്യൂല. എപ്പോഴെല്ലാം ഹെൽനൈസേഷൻ വന്നോ അപ്പോഴെല്ലാമേ വേദഗ്രന്ഥത്തിൽ കടത്തിക്കൂട്ടുള്ളൂ. അല്ലാതെ വേദഗ്രന്ഥം ആര് കടത്തിക്കൂട്ടും? ഏഷ്യക്കാരെ ചെയ്യൂല. മഹാഭാരതത്തിൽ യൂറോപ്യൻസിനോട് പഞ്ചപാണ്ഡവന്മാർ യുദ്ധം ചെയ്തിരുന്ന ചരിത്രമുണ്ട്. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിലുണ്ട്. പഞ്ചപാണ്ഡവന്മാർ ആരോട് യുദ്ധം ചെയ്തത്? യൂറോപ്യൻസിനോട് യുദ്ധം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇന്നും ഹിന്ദുക്കൾ സൂക്ഷിക്കുന്ന രേഖകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. തിരുദൂതർ നിയോഗം. നിങ്ങൾ വളരെ ഗൗരവമായി ഇത് പഠിക്കണം. അപ്പോൾ ശുദ്ധ ഹിന്ദുക്കൾക്കും എതിരാണ് ആര്? ഗ്രീക്കുകാർ. ഇന്ന് 1% പോലും വേദം ഹിന്ദുക്കളുടെ കയ്യിൽ ഇല്ല. 1% വേദമില്ല ഹിന്ദുക്കളുടെ കയ്യിൽ. അഥർവവേദം, സാമവേദം, ഋഗ്വേദം, യജുർവേദം, ഇങ്ങനെ ചതുർവേദങ്ങൾ ഉണ്ടായിരുന്നു. ആ ചതുർവേദങ്ങളിലായി എപ്പോഴും വിജ്ഞാന സമ്പത്തും അവർക്കുണ്ടായിരുന്നു. എന്നാൽ BC 4-ാം നൂറ്റാണ്ടിൽ ഹിന്ദു മതത്തിൻ്റെ മുഴുവനും വേദസംഹിതകളെ നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചത്? അലക്സാണ്ടർ. എന്തിനാണ് അയാൾ നശിപ്പിച്ചത്? അയാൾക്ക് എന്താ നശിപ്പിക്കേണ്ട ആവശ്യം? നശിപ്പിച്ചു. എന്തിന് നശിപ്പിച്ചു? ആ സ്ഥാനത്ത് അയാൾ എന്ത് ചെയ്തു? ഗ്രീക്ക് ബ്ലാക്ക് മാജിക്കൽ ഐഡിയോളജി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൂട്ടി. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അലക്സാണ്ട്രിയ ലൈബ്രറി. പിന്നീട് സീസറുടെ അധിനിവേശ കാലത്ത് അത് കത്തി. മനസ്സിലായ പറഞ്ഞത്? അതേ മനസ്സിലായില്ല. ആരാണ് അലക്സാണ്ട്രിയ ലൈബ്രറി സ്ഥാപിക്കുന്നത്? ടോളമി. ആരാ ടോളമി? അലക്സാണ്ടറുടെ ഒരു സൈന്യാധിപൻ ഓർ പ്രധാനമന്ത്രി. അലക്സാണ്ടർ BC 323 അലക്സാണ്ടർ മരിക്കുമ്പോൾ അലക്സാണ്ടർ 4 സൈന്യാധിപന്മാർ സാമ്രാജ്യത്തെ 4ആയി പകുത്തു. അതിൽ ഒന്നാണ് ടോളമി സാമ്രാജ്യം. ടോളമി കേന്ദ്രീകരിച്ചത് അലക്സാണ്ട്രിയയുമായി ബന്ധപ്പെട്ടാണ്. അലക്സാണ്ടറുടെ ഓർമ്മക്ക് ടോളമി ഉണ്ടാക്കിയ നഗരമാണ് ഏത്? അലക്സാണ്ട്രിയ. ഇപ്പോൾ മുസ്ലിങ്ങൾ അലക്സാണ്ട്രിയ ലൈബ്രറി നശിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പുത്തൻ പ്രഭാഷകന്മാർ കിണഞ്ഞ് ശ്രമിക്കാറുണ്ട്. ഞാൻ അതിനെതിരാണ്. എന്തുകൊണ്ട്? അലക്സാണ്ട്രിയ ലൈബ്രറി മുസ്ലിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ? എന്തുകൊണ്ട്? അതിലുണ്ടായിരുന്ന പല വിജ്ഞാനങ്ങളും സാത്താനിക വിജ്ഞാനങ്ങളായിരുന്നു. ആ വിജ്ഞാനം തന്നെ, ആ ലൈബ്രറി തന്നെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? സാത്താനിക വിജ്ഞാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയാണ്. അവരാണ് എന്ത് നശിപ്പിച്ചതും? ഹിന്ദു വേദഗ്രന്ഥം നശിപ്പിച്ചവരാണ് അലക്സാണ്ടർ ലൈബ്രറി ഉണ്ടാക്കിയത്. വേദം നശിപ്പിച്ചത് എന്തിന്? മനുഷ്യർ ശുദ്ധമായ റൈറ്റ് ലൈനിൽ പോകരുത്, സാത്താനിക് ലൈനിൽ പോകണം. ഒരേ കൂട്ടരെ രണ്ടും ചെയ്തത്. ഏത്? ഹിന്ദു വേദഗ്രന്ഥങ്ങളെ നശിപ്പിച്ചവരാണ് എന്തുണ്ടാക്കിയത്? അലക്സാണ്ടർ ലൈബ്രറി ഉണ്ടാക്കിയത് അവരെന്നെയാണ്. ആ അലക്സാണ്ടർ ഖത്താബ് റളിയല്ലാഹു കാലത്ത് നശിപ്പിച്ചു. അതിന് നമുക്കെന്താ? അതിനിപ്പോൾ പ്രഭാഷകൻ പറയാം ഞങ്ങൾ അങ്ങനെ വിജ്ഞാനത്തെ നശിപ്പിക്കുന്നവരല്ല. ഇവരെന്താണ് ഈ പറയണമെന്ന് അറിയില്ല. അതിനപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല. നശിപ്പിച്ചടാ, ഞങ്ങൾ നശിപ്പിക്കൂടാ. അതേതാണ് ആ വിജ്ഞാനം? ആ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നൊരു സാധനം, ഒരു കെട്ട് പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം ധർമ്മം ബോധമുള്ള ചുടൂലേ? എന്തേ? പറയാം. ഉറപ്പല്ല, ചുടണല്ലോ. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഡയറക്ഷൻ തെറ്റിപ്പോവും.
ഒരൊറ്റ കൂട്ടരാണ് ഈ ടോളമി നേതൃത്വം നൽകിയാണ് ഹിന്ദു വേദഗ്രന്ഥങ്ങൾ ഇല്ലാതാക്കിയത്. അതേ ടോളമിയുടെ നേതൃത്വത്തിലാണ് അലക്സാണ്ടർ ഉണ്ടാക്കിയത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഈ വിഭാഗത്തിന് നിന്ന് ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന അഗ്രിമെന്റ്, പ്രോമിസ് ഫ്രം ഹിസ് ഗോഡ് കിട്ടിയതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്. അല്ലാതെ ഏഷ്യക്കാർക്ക് എതിരെ വന്നതല്ല. ഏഷ്യക്കാരത് ചെയ്യൂല, ഏഷ്യക്കാർ നശിപ്പിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് നോക്ക്, പഠിക്കണം, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ അവിടെയാണ് എന്ത് പുണ്യ റസൂൽ വരുന്നത്. പുണ്യ റസൂൽ വന്നപ്പോൾ കൃത്യമായ ഡയറക്ഷൻ ലോകത്തിന് കിട്ടി. ആ കൃത്യമായ ഡയറക്ഷൻ കിട്ടിയപ്പോൾ നേരായ വഴിക്ക് വന്നു. ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മനസ്സിലായില്ല, ജൂതന്മാരിൽ ഓർത്തഡോക്സ് ജൂതന്മാർ ഈ പക്ഷത്ത് നിന്നു, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഈ പക്ഷത്ത് നിന്നു. ഏത് പക്ഷത്ത്? മുഹമ്മദിയ പക്ഷത്ത് നിന്നു. ഈ രണ്ട് കൂട്ടരും റോമക്കാരെ അടിച്ചോടിച്ചു. പിന്നെ റോമക്കാർ വരുന്നത് 1099. എന്നാലും അവരെ പുറത്താക്കി. 1099 AD 1099 1099 റോമക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പുറത്താക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ പൊടിച്ച് പുറത്താക്കി തിരിച്ചു വന്നിട്ടുണ്ട് 1099. അതാണ് എന്ത്? ഒന്നാമത്തെ ജെറൂസലേം അധിനിവേശം. അത് 1099. പിന്നീട് ഒരു ആൺകുട്ടി ജനിച്ചു. ഈ മുഹമ്മദ്, ഇതൊക്കെ ദജ്ജാലിയത്താണ്. അവിടെ മുഹമ്മദിയത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ മതവിഭാഗങ്ങളെയും ഓർത്തഡോക്സ് സമൂഹങ്ങളെയും കൂട്ടി നിർത്തുന്നൊരു വ്യക്തി വന്നു. ആ വ്യക്തി 1137 ജനിച്ചിട്ട് 1192 മരിച്ചു. അതാണ് സുൽത്താൻ സലാഹുദ്ദീൻ. ആ ആൾ, മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ആൾ 1187 ജെറൂസലേം തിരിച്ചു പിടിച്ചു. സുൽത്താൻ സലാഹുദ്ദീൻ. അദ്ദേഹം ആരാണ്? അദ്ദേഹം സുൽത്താൻ സലാഹുദ്ദീൻ ആരാണ്? സുൽത്താൻ സലാഹുദ്ദീൻ ഒസാലിയൻ വഴിയിൽ വന്ന ആളാണ്. ഈ ഒസാലിയിൽ നിന്ന് രണ്ട് ട്രഡീഷണൽ രീതികൾ ഉണ്ടായി. ഒന്ന് ഖാദിരിയത്ത്. ഒസാലിയിൽ നിന്നുണ്ടതാണ് അടിസ്ഥാനപരമായി എന്ത്? ഖാദിരിയത്ത്. ഖാദിരികളും അടിസ്ഥാനമായി കടപ്പെട്ടത് ഇമാം ഒസാലിയോടാണ്. ഒസാലിയോട് റളിയല്ലാഹുവിന് കടപ്പെടാത്ത ഒരാളും ഇവിടെ ഇല്ല. കാരണം ആത്മീയത തകർന്നു പോയി. ജനങ്ങൾ ഭൗതികതയുടെ പിന്നാലെ ഓടി. അപ്പോൾ വന്ന ആളാണ് ആര്? ഇമാം ഒസാലി റളിയല്ലാഹു പറഞ്ഞാൽ അതിന് മാത്രമുണ്ട്. അങ്ങനെ ഒരാൾ 1000 കൊല്ലത്തിനുള്ളിൽ മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. അതാണ് ഇമാം ഒസാലി. ആ ഒസാലിക്ക് ശേഷം എന്തൊരു ഉമറ രംഗത്ത് പരിഷ്കരണം വന്നു, ആത്മീയ രംഗത്തും പരിഷ്കരണം വന്നു. ആത്മീയ രംഗത്ത് വന്ന പരിഷ്കരണമാണ് എന്ത്? ഖാദിരിയത്ത്, പിന്നെ റിഫായിയത്ത്, പിന്നീട് പല ത്വരീഖത്തുകളും വന്നു. മനസ്സിലാണ് പറഞ്ഞത്? അതിൻ്റെയൊക്കെ അടിസ്ഥാനം ആരാണ്? ഇമാം ഒസാലിയാണ്. ഇതൊന്നും ഞങ്ങളെ ഇമാം അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നീ വിഡ്ഢിയായ ഖാദിരിയ. ഏത് ഖാദിരിയാണെങ്കിലും ഏത് റിഫായി ആണെങ്കിലും അവരൊക്കെ കടപ്പെട്ടത് ആരോടാണ്? ഇമാം ഒസാലിയോടാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. ആ ഒരു മൂവ്മെന്റിന് പിന്നെ ഉമറാക്കളെ രംഗത്തിൽ ഒരു നേതാവ് വന്നു. അതാണ് സുൽത്താൻ സലാഹുദ്ദീൻ. അയ്യൂബികൾ വന്നു. പിന്നെ ആ രീതി അതോടുകൂടെ പിന്നെ 13-ാം നൂറ്റാണ്ട് വന്നപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസിനെ പുറത്താക്കി. പിന്നെ യൂറോപ്യൻസ് അനങ്ങിയില്ല. പിന്നെ ഉസ്മാനികൾ വന്നപ്പോൾ അനങ്ങാനും പറ്റാതെയായി. എന്തുകൊണ്ട്? ഉസ്മാനികൾ ഗജകേസരികളായിരുന്നു. മനസ്സിലാവുള്ള ഇർത്തൂറുൽ ഖാസിയിലൂടെ തുടങ്ങി ഇങ്ങനെ വരുന്നതാണ് ഉസ്മാനികൾ. അങ്ങനെ വന്ന് അവരിൽ മുഹമ്മദിനെ ഫാത്തിഹിനെ പോലത്തെ ആളുകൾ വന്നു. അപ്പോൾ പിന്നെ വല്ലാതെ കയറാൻ കഴിയാതെയായി. എന്നാൽ അവർ 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേനും ഉസ്മാനികൾ ക്ഷയിച്ചു തുടങ്ങി. അപ്പോഴാണ് വീണ്ടും എന്ത് വരുന്നത്? കോളനൈസേഷൻ വരുന്നത്.
എന്താണ് കോളനൈസേഷൻ വരുമ്പോൾ? കോളനൈസേഷൻ വന്നപ്പോൾ അവർ എന്താ ചെയ്ത്? പണം കൊണ്ടുപോയാൽ നമുക്ക് വലിയൊരു പ്രശ്നമല്ല, അത് പിന്നെ ഉണ്ടാക്കാം. അവർ ഹെലനൈസേഷൻ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ മൊത്തം എന്തിൽ പെട്ടിട്ടുണ്ട്? ഹെലനൈസേഷൻ പെട്ടിട്ടുണ്ട്. ഓക്കെ, ഹെലനൈസേഷനിൽ എല്ലാവരും പെട്ടുപോയി. ഈ ഹെലനൈസേഷനിൽ നിന്ന് വന്ന ഒരു ഇസ്ലാമിക വിഭാഗമാണ് വഹാബിസം. മനസ്സിലായില്ല? ഹെലനൈസേഷന്റെ ഒരു ഇസ്ലാമിക് വെർഷനാണ് എന്ത്? അതാണ് വഹാബിസം. ആരെയും അടിച്ച് ഒതുക്കി ഇങ്ങനെയൊക്കെ അധികാരം, ഇതന്നെ ഈ രീതി ഹെലനൈസേഷൻ. പക്ഷെ ഒരു മറ്റുള്ള വിഭാഗങ്ങളിൽ നടത്തിയതുപോലത്തെ ഒരു കളി ഇതിൽ നടക്കൂല. എന്തുകൊണ്ട്? ഇതിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പൊ വേദഗ്രന്ഥത്തിൽ ഹെലനൈസേഷൻ നടക്കൂല, ഖുർആനിൽ. അപ്പോൾ അത് എന്ത് ചെയ്തു? വ്യാഖ്യാനങ്ങളിൽ ഹെലനൈസേഷൻ വന്നു. മനസ്സിലായി? ആശയങ്ങളെ മാറ്റി, അർത്ഥങ്ങളെ മാറ്റി. അതിൽ വന്ന പ്രമുഖമായ വിഭാഗമാണ് ഏത്? വഹാബിസം. ഇത് മുഴുവനും ദജ്ജാലിസാണ്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റൂല. അവരെന്താ ചെയ്യുക? അവർ റസൂലിനെ നിസ്സാരവൽക്കരിക്കും. കാരണം ഏത് കാലത്തും ഹെലനൈസേഷന്റെ ശത്രുത ആരോടാണ്? അമ്പിയാക്കൾ. ഇപ്പൊ വേദഗ്രന്ഥങ്ങൾക്ക് പകരം അവരൊരു വേദഗ്രന്ഥം വെച്ചിട്ടുണ്ട്. പക്ഷെ നബിനെ വെച്ചില്ല, നബിമാരെ കൊന്നു. എന്തുകൊണ്ട്? വേദഗ്രന്ഥം, നബിയെ കൊന്നാൽ വേദഗ്രന്ഥത്തെ തോന്നിയ മാതിരി ചെയ്യാം. നിങ്ങൾ നല്ല ഉഷാറില്ല, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറയാം. നല്ല ഉഷാറിലിരിക്കണം. അല്ല, വേദഗ്രന്ഥത്തിന് വേദഗ്രന്ഥം തന്നെ ശുദ്ധമായി നിർത്തേണ്ടി വരും. ആരുണ്ടെങ്കിൽ? നബിമാരുണ്ടെങ്കിൽ. അതിന് വയക്കത്തൂലില്ല. ഹെലനിസ്റ്റുകൾ എപ്പോഴും ആരെയാണ് കൊല്ലുക? നബിയാരെ കൊന്നാൽ പിന്നെ അവർക്ക് തോന്നിയ മാതിരി കടത്ത. എന്തിൽ? വേദത്തിൽ. അതന്നെ, അത് തന്നെ സംഭവിച്ചത്. അപ്പോൾ അവരുടെ എക്കാലത്തെയും ശത്രുത ആരോടാണ്? നബിമാരോടാണ്, വേദഗ്രന്ഥത്തോടല്ല. വേദഗ്രന്ഥത്തിൽ കടത്തിക്കൂട്ടണമെങ്കിൽ ആരില്ലാതാകണം? നബിമാരില്ലാതാകണം. ആ രീതി കൊണ്ടുവന്നു. ഇവിടെ നബിമാരെ കൊല്ലുന്നതിന് പകരം നുബുവത്തിനെ മഹത്വവൽക്കരിക്കുന്ന ആശയത്തെ ഇല്ലാതാക്കി. ഇത് വഹാബികളെ കൊണ്ടുവന്നത്. എന്നാ പറഞ്ഞാൽ ഒരു നല്ല കൂട്ടരുമാണ്. അപ്പം അവരുടെ വ്യാഖ്യാന പ്രകാരം ഇപ്പം 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ഹദീസുകൾ മനപ്പാടുള്ള ഇമാമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. വഹാബി വീക്ഷണ പ്രകാരം ആകെ ലോകത്ത് 5000 താഴെ ഹദീസേ ഉള്ളൂ. അപ്പോൾ ഇവരാരെ കൊന്നു? പറ, ആരെ കൊന്നു? നബിയെ കൊന്നു. നബിയെ കൊല്ലരുത്. ദശലക്ഷക്കണക്കായ ഹദീസുകൾ, പുണ്യ റസൂലിൻ്റെ ദശലക്ഷക്കണക്കായ ഹദീസുകൾ അയിമ്മത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ, അഹ്മദ് ബിൻ ഹംബൽ സയ്യിദുൽ മുഹദ്ദിസീൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 ലക്ഷത്തോളം സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് ഞാൻ മുസ്നദിനെ ക്രോഡീകരിച്ചു. എനിക്ക് മനപ്പാടമുണ്ട്. എന്ത്? 7 ലക്ഷത്തോളമുള്ള സ്വഹീഹായ ഹദീസുകളിൽ നിന്നാണ് ഞാൻ മുസ്നദിനെ ക്രോഡീകരിച്ചതെന്ന് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഇന്ന് വഹാബിസ വ്യാഖ്യാന പ്രകാരം ലോകത്താകുള്ളത്. അപ്പൊ ആരെ കൊന്നല്ലോ? റസൂലിനെ കൊന്നില്ലേ? റസൂലിനെ അങ്ങനെ കൊല്ലാൻ പറ്റൂല. ഖുർആൻ അങ്ങനെ കടത്തിക്കൂട്ടാനും പറ്റൂല. ഹെലനൈസേഷൻ ഇവിടെ നടക്കുള്ളൂ. എന്തിൽ? വ്യാഖ്യാനത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ എന്താ കണ്ട? അതിന് നിങ്ങൾ ബേജാറാകണ്ട, പേടിക്കൊന്നും വേണ്ട. എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട? അതിനും നിങ്ങൾ പേടിക്കണ്ട. എന്തുകൊണ്ട്? നമുക്ക് അത് കിട്ടില്ല. നമ്മളെ കയ്യിൽ ഖുർആനില്ലേ? ഖുർആൻ നമ്മളെ കയ്യിൽ ഒരു തുള്ളിയും പുള്ളിയും ഖിയാമത്ത് നാൾ വരെ പോകും. അപ്പം നാട്ടുകാർക്ക് തൃപ്തിയായി. എന്തുണ്ടല്ലോ? ആ ഖുർആൻ ഉണ്ടല്ലോ. ഖുർആനുള്ള കാലത്തോളം ഞങ്ങൾക്ക് പേപ്പിക്കാം. ഖുർആൻ എൻ്റെ താല്പര്യമാണ്. 10 പരിഭാഷക്ക് 10 ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിയാൽ 10 ആശയാണ്, 10 രീതിയാണ്. അക്കൾ ഇതിൽ നടക്കൂല. അപ്പോ ഹെലനിസ്റ്റിക്കുകൾ എല്ലാത്തിലും കടന്നുകൂടി. ആരാ ഹെലനിസ്റ്റിക്കുകൾ? അടിസ്ഥാനമായി ദജ്ജാലിൻ്റെ ആളുകൾ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം വ്യഭിചാരം അധികരിക്കൽ ദജ്ജാലിന് ആവശ്യമാണ്.
വിവാഹം ഇല്ലാതിരിക്കൽ ദജ്ജാലിന് ആവശ്യമാണ്. വിവാഹം ഇല്ലാതിരിക്കൽ. വിവാഹം ലോകത്താദ്യമായി ഇല്ലാതാക്കിയതാരാ? യൂറോപ്പിൽ വിവാഹം ഇല്ല. ഒരാണൊരു പെണ്ണുമായി കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അതാണ് ആ വിവാഹം. 2 മാസം 4 ആഴ്ച കഴിഞ്ഞാൽ വേറൊരാളുടെ കൂടെ അപ്പം അങ്ങനെ ജീവിക്കും. ഇതിപ്പോൾ നമ്മളെ നാട്ടിലും വന്നു. നമ്മൾ പുതിയ പുതിയ പേര് കൊടുക്കണം. എന്താ അങ്ങനെ പേരുണ്ടല്ലോ, എന്ത് ഗെറ്റ് ടുഗദർ, ലിവിങ് ടുഗദർ. എന്താണ് ലിവിങ് ടുഗദർ? ഹെൽനൈസേഷൻ. പറയും മക്കളെ, ഈ ഹെൽനൈസേഷൻ എവിടെ, ആര് വിധേയരായി? മുസ്ലിങ്ങൾ. ഇത് സത്യത്തിൽ ഹെൽനൈസേഷനാണ്. അല്ല, ഈ ലിവിങ് ടുഗദർ എന്ന ആശയം വരുന്നത് എവിടുന്നാണ്? ഗ്രീസിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോ ഇന്ന് ലിവിങ് ടുഗദർ പറയണത് നമ്മളെ മലപ്പുറത്തെയും കോട്ടക്കയും കോഴിക്കോട്ടെയും പെൺകുട്ടികളാണ്. ലിവിങ് ടുഗദർ ഇല്ല, ആണോ അല്ലേ? നിങ്ങൾ പറയും. ഇത് എവിടുത്താണ് ഈ ആശയം? പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കുക. ഇത് ഹെൽനൈസേഷനാണ്. ഇത് ഹെലൻ സ്വഭാവമാണ്. ഇത് ഗ്രീസിന്റെ സ്വഭാവമാണ്. ആണിൻ്റെ ഒപ്പം ജീവിക്കുക, പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കുക. അതിന് നമ്മൾ ന്യായങ്ങൾ ഉണ്ടാക്കുകയാണ്. കുരങ്ങുകളിൽ അങ്ങനെ ഉണ്ട്, ഒക്കെ കണ്ടുപിടിക്കണം. ഇപ്പൊ പുതിയതായ കണ്ടുപിടിച്ചാണ്. എന്ത് കുരങ്ങുകളിലും ഇങ്ങനെ ഉണ്ട്. ആയിക്കോട്ടെ, കുരങ്ങലിൻ്റെ കൂടെ കുരങ്ങ ആണിനെ കയറാൻ വേണ്ടിയിട്ട് ന്യായം ഉണ്ടാക്കുകയാണ്. എന്ത്? ആണിൻ്റെ ലൈംഗിക പൂരണം ഒരാണിൽ നിന്ന് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പുതിയ സയൻറ്റിസ്റ്റുകൾ പഠിച്ചിട്ട് പറയുകയാണ് അതിൽ തെറ്റില്ല. കാരണം അത് കുരങ്ങുകളിൽ വരെ ഉണ്ട്. മനുഷ്യൻ ഏതായാലും ഉണ്ടായത് എന്തിൽ നിന്നാണല്ലോ, അത് കരുതി കൂട്ടി കളിച്ചാണ്. കാരണം ആദ്യം മനുഷ്യർ കുരങ്ങിൽ നിന്നാണ്ടായത്. അപ്പോൾ ആയിക്കോട്ടെ, ആവശ്യം എന്താ? ആദ്യം നബി ഉണ്ടായതാണെന്ന് വിചാരിച്ച സമാധാനമുണ്ട്. അപ്പോഴാണ് പിന്നെ എന്ത് പറയണത്? നമ്മൾ താഴത്തേക്ക് ഇറങ്ങുക. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ല. നമ്മൾ ആദം നബി സന്തതികളാണ് പറഞ്ഞപ്പോൾ നമ്മളെ ബാപ്പ നബിയാണല്ലോ. അപ്പൊ സന്തോഷമായി. പിന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ ആദം നബി നല്ല എന്തിനാണ്ടായത്? കുരങ്ങെന്നാണ്. അതിൽ ഇനി ഇത് പുറത്ത് പറയാൻ പാടുണ്ടോ? ഇപ്പൊ ഉദാഹരണം പറയാ, തങ്ങന്മാരല്ലാത്ത ചില ആളുകൾ പിൽക്കാലത്ത് തങ്ങന്മാരെ പിന്നെ ഖാദിമീങ്ങളൊക്കെ പിൽക്കാലത്ത് തങ്ങന്മാരായി മാറിയിട്ട് പിൽക്കാലത്ത് അവരെ പിന്നെ സനത് പൊളിക്കപ്പെട്ടാൽ, അവരെ സിൽസില കൃത്യമായി കിട്ടാതെ വന്നാൽ അവർ സമരം ചെയ്യും. മറ്റുള്ളവരെ അത് നിങ്ങൾ തങ്ങന്മാരല്ല. അപ്പോൾ അവരില്ലാത്ത സനത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്താണെന്ന് വാദിക്കുക? ഞങ്ങൾ തങ്ങന്മാർ തന്നെയാണ് എന്നാണ്. അത് നമുക്ക് മനസ്സിലാവും. കാരണം ഒരാളും താഴേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. അതേസമയത്ത് മനുഷ്യൻ താഴേക്കാണ് മത്സരിച്ച്. എന്ത്? ഞങ്ങൾ ആദന്റെ പിന്നെ അല്ല. എന്തുകൊണ്ട് ഈ ജാതി സ്വഭാവമൊക്കെ? ഇതിനൊരു ധാർമ്മികവൽക്കരണം നടത്തണം. അങ്ങനെയല്ല മനുഷ്യ സ്വഭാവം. ഈ ലോകത്ത് നമുക്ക് സുഖാണ്, പരലോകത്തും നമുക്ക് സുഖാണ് പറഞ്ഞാൽ നമ്മളെന്താ പറയണ്ട്? നമ്മളെ പെണ്ണുങ്ങളോട് പോയി ഇപ്പൊ ഒരാൾ പറഞ്ഞു ഈ ലോകത്തും ഉണ്ട്, ഇനി പരലോകത്തും ഇങ്ങനെ നമുക്ക് സുഖം ഉണ്ടാവുന്നുണ്ടാ. ഓനോൻ്റെ പെണ്ണുങ്ങളോട് പോയി എന്താ പറയണ്ടത്? എടീ ഇതൊന്നും അല്ലത്രേ, ഒരു പരലോകം ഉണ്ടത്രേ, അവിടെ നമുക്ക് സുഖമായിട്ട് കഴിയാട്ടോന്ന്. അപ്പോൾ ഇവൻ പറയാണ് അങ്ങനെ ഒരു പരലോകം ഇല്ല. അങ്ങനെ എന്തിനാ പറയണെന്തിനാ? ആ രീതി എങ്ങനെയാ വന്നത്? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇപ്പം ഇവിടെ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചായയും നെയ്യപ്പം കൊടുത്തു. ആ ചായ നെയ്യപ്പം കഴിച്ച ഉടനെ തന്നെ നിങ്ങളോട് അത് തന്നവർ പറഞ്ഞു, എന്ത് ഇവിടുന്ന് ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയാൽ പായസവും മറ്റേ ലഡുവും ഇന്നലത്തെ ബാക്കി 15 അല്ല 16 കൊടുക്കാൻ തീരുമാനിച്ചിട്ട്. 80 ജന്മദിനാണ് രാജ്യത്തിൻ്റെ. അപ്പോൾ ഈ കൊല്ലം 80 ജന്മദിനം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് 16 കൂടി ലഡുവും പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പറയേണ്ടത് അൽഹംദുലില്ലാ, ഈ നെയ്യപ്പം ഉണ്ട് എത്രേ, ഇനിയിപ്പോ പിന്നെ ഒരു നെയ്യപ്പം ചായ ഉണ്ട് എത്രയെന്നല്ലേ പറയണത്? അങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ ദുനിയാവെന്നല്ല എന്ന് ചന്ദ്രൻ നിഷേധിക്കണം. അതിന് പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? ഇവിടുത്തെ കാൽക്കുലേഷൻ നടത്തിയിട്ട് ക്ലിയർ ആക്കിയവർക്ക് മാത്രമേ അവിടെ കൊടുക്കുള്ളൂ പറഞ്ഞാൽ അപ്പച്ചി പറയാം എൻ്റെ കടലാസ് ക്ലിയർ ഇല്ലെങ്കിൽ അതൊക്കെ നോണ പറയാ. അങ്ങനെ ഒരു നെയ്യപ്പൊന്നും അവിടെ ഉണ്ടാവില്ല എന്നറിയാം. അതല്ലേ, അതാണ് അതിൻ്റെ സൈക്കോളജി.
നമ്മളെ കടലാസ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, വരട്ടെ ആര് വന്നാലും നമ്മക്ക് നെയ്യപ്പം വാങ്ങണം, ആ ലഡും പായസം നമുക്ക് വാങ്ങണം. കാരണം നമ്മളെ കടലാസ് ക്ലിയറാ. കടലാസ് ക്ലിയർ അല്ലാത്ത കാലത്തോളം എന്താ പറയാ, ആദ്യം ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ എന്നോണ്ടാ പറയാ. നിങ്ങളിപ്പോൾ ആർക്കപ്പം മരിച്ചിട്ട് നെയ്യപ്പം കിട്ടി നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ഇത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മനുഷ്യനെ എന്തുകൊണ്ട് കുരങ്ങാക്കിയെന്ന് ചോദിച്ചാൽ, ഇത് ഹോമോ എറക്ടസ് ചെയ്തൊരു പണിയാ. ഇതാരാ ചെയ്തത്? ഇത് കൊക്കേഷ്യൻസാ ചെയ്തത്, യൂറോപ്യൻസ്. എന്തിനാ ചെയ്തത്? മനുഷ്യൻ എന്ത് വൃത്തികേടും ചെയ്യാൻ അവർക്ക് എന്ത് വേണം? ഒരു ധാർമ്മികമായ എന്ത് വേണം? അവർക്കൊരു ധാർമ്മിക പത്രം വേണം. ആ ധാർമ്മിക പത്രം എന്തിലൂടെ കിട്ടി? മനുഷ്യൻ കിട്ടും ചെയ്തു. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇതൊക്കെ മനുഷ്യൻ അതപ്പതിപ്പിച്ചു. ഇതൊക്കെ ആരാ ചെയ്തത്? ഗ്രീക്കുകാര്, നബിമാരെ കൊണ്ടത് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, പ്രത്യക്ഷത്തിൽ നമ്മളെ കൂട്ടത്തിൽ പല ആളുകൾ അവരെന്താ പറയാ, നമ്മക്ക് ഖുർആനില്ലേ. അപ്പോൾ നല്ല കൂട്ടരായി. കാരണം ഓല് എന്തിൻ്റെ ആളുകളാണ്? ഖുർആൻ്റെ ആളുകളാണ്. ഖുർആൻ്റെ ആളുകൾ ഓൻ്റെ ആളായിരിക്കും. കാരണം ഓൻ എന്ത് തോന്നിയാസവും എന്ത് നോക്കി പറയാം. കാരണം അത് അത്ര വലിയ സാഹിത്യ ഗ്രന്ഥം, വളച്ചും തിരിച്ചും പൊളിച്ചും ഒക്കെ ആക്കാം. ഖുർആൻ നോക്കിയിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ 3 വഖത്താ നിസ്കരിക്കണമെങ്കിൽ ഓനെ ന്യായം ഉണ്ടല്ലോ. അതേസമയത്ത് നബിയെ നോക്കി നിസ്കരിക്കുകയാണെങ്കിൽ ന്യായം ഇല്ലല്ലോ, ഉണ്ടോ? അപ്പം അവിടെ ആരെ തള്ളണം? നബിനെ തള്ളണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 30 ദിവസം നോമ്പ് വിൽക്കണം എന്നത് നബിയെ നോക്കുകയാണെങ്കിൽ വിൽക്കേണ്ടി വരും. അതേസമയത്ത് അയ്യാമ മഅദൂദാത്തിന് അർത്ഥം വെച്ചാൽ ജമ്മാണ്. ജമ്മിന് ചുരുങ്ങിയതും എത്ര മതി? 3 ദിവസം. അങ്ങനെ ആളുകൾ കേരളത്തിൽ ഇപ്പുണ്ട്. എന്താ പറഞ്ഞത്? എന്താണ്? 3 ദിവസം റമദാനിൽ 3 ദിവസം നോമ്പ് നോറ്റാൽ മതി എന്ന് വാദിക്കുന്നവർ കേരളത്തിലുണ്ട്. എന്താ ഒരു അവലംബം? ഖുർആന്. എന്താ അവർ സ്വീകരിക്കൂല? അവർ നബിയെ കൊന്നവരാണ്. ഇവര് ഹെലനിസ്റ്റിക്കുകളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഞാൻ പറഞ്ഞില്ല. ഈ സംഘം ഇവിടെ അവർക്ക് 18-19 നൂറ്റാണ്ടുകളിൽ അവർ കയറി. 16-ാം നൂറ്റാണ്ട് അപ്പോഴത്തേനും ഉസ്മാനികൾ തകർന്നു, ഖലീഫമാരില്ലാതെയായി. അവസാനത്തെ ഖലീഫയെ 1908 അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഗ്രീക്കിലേക്ക് നാട് കടത്തി. പിന്നെ അതിൻ്റെ 6ാമത്തെ വർഷം 1-ാം ലോകമഹായുദ്ധം ഉണ്ടായി. 1-ാം നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലാണ്. അതേ സമയത്ത് അറബ് റിവോൾട്ട് ഉണ്ടായി. അറബ് വിപ്ലവവും 1-ാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത് ഒരേ സമയത്താണ്. എന്തതിന് പിന്നിൽ? എന്താ അങ്ങനെ കാരണം? യൂറോപ്യൻ അധികാരികൾ ഇവരുമായി ബന്ധപ്പെട്ടു. അന്ന് ലോകത്തിൻ്റെ പകുതി ഭാഗവും കൈവശം വെച്ചിരുന്ന ആരാ? മുസ്ലിങ്ങളാണ്, ഉസ്മാനി തുർക്കികളാണ്. അപ്പം അവിടെ ഈ യൂറോപ്യൻ അടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ മനസ്സിലായില്ല. അതേ സമയത്ത് ഇവരെയും അടിച്ചു. ആരെ? ഉസ്മാനികളെ അടിച്ചു. ആഭ്യന്തര വഴക്കുണ്ടായി. എവിടെ? മക്കയിലും മദീനയിലും അടക്കമുള്ളവർക്ക്. അതാണ് അറബ് റിവോൾട്ട്. മനസ്സിലായില്ല? അതായത് യൂറോപ്പിൽ നടക്കുന്ന ഒരു യുദ്ധത്തോടനുബന്ധിച്ച് എന്തിനാണ് അറബ് നാട്ടിൽ വിപ്ലവം ഉണ്ടാവുന്നത്? ഈ സമയം പറഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ, അതായത് ഉസ്മാനികളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ എതിരാളികളെയും അനുകൂലികളും ഉണ്ട്. അനുകൂലികളുടെ പക്ഷത്തു നിന്ന് എതിരാളികൾക്കെതിരെ ഇറങ്ങേണ്ട സമയമാണ് ആ സമയത്ത് സ്വന്തം നാട്ടിൽ ആഭ്യന്തര കുഴപ്പമുണ്ടായാൽ അവർക്കത് അമർച്ച ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ സമയത്ത് അറബ് റിവോൾട്ട് ഉണ്ടായി. അറബ് റിവോൾട്ട് ഉണ്ടാകാൻ വേണ്ടി, അറബ് റിവോൾട്ടിന് വേണ്ടിയിട്ട് അറബ് റിവോൾട്ടിന് വേണ്ടി അവർ എന്ത് ചെയ്തു? അതിന് പറ്റിയ ആളുകളെ അറബ് നാട്ടിലേക്ക് കയറ്റിവിട്ടു. മനസ്സിലായില്ലേ? അങ്ങനത്തെ ആളുകൾ വന്നു, അവർ സഹകരിച്ചു, അറബ് റിവോൾട്ട് ഉണ്ടായി. അറബ് വിപ്ലവം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ദേശങ്ങളെല്ലാം അറബികൾക്ക്
നഷ്ടപ്പെട്ടു. അതാരെ കയ്യിലേക്ക് പോയി? യൂറോപ്പിൻ്റെ കയ്യിലേക്ക് പോയി. അറബ് ദേശങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ ദേശങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. അതായത് മക്ക, മദീന, ഇറാഖ്, ഇറാൻ, ഇവിടെയൊന്നും അടിസ്ഥാനപരമായ യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം നടക്കുന്നത് ആര് തമ്മിലാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധമാണ്. ജർമ്മനിയും ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ കൂടേണ്ട ഒരു ആവശ്യം ഇറാനിനോ ഇറാഖിനോ ഇല്ല, മക്കൾക്കും മദീനക്കും ഇല്ല. പക്ഷെ അതേ സമയത്ത് ഈ യൂറോപ്യൻസ് ആരുമായി ബന്ധപ്പെട്ടു? അറബ് നാട്ടിലെ ചില ആളുകളുമായി ബന്ധപ്പെട്ടു. ആ ആളുകൾ, അവരെ അപ്പോൾ ഭരിച്ചിരുന്നത് ആരാണ്? ഉസ്മാനികൾ. അവർക്കെതിരെ ഈ സമയം ഉപയോഗിച്ച് കച്ചറുണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സാധനം നേരെ അറബ് വിപ്ലവകാരികളെ കയ്യിലേക്ക് വന്നത് അറബ് വിപ്ലവകാരികളെ കയ്യിലുമല്ല. ഇവർ ആർക്ക് വേണ്ടിയായിരുന്നു? ഇവർക്ക് ആയുധവും പണവും കൊടുത്തിരുന്ന ആരാ? ബ്രിട്ടന്റെ കയ്യിലേക്ക് വന്നു, ഫ്രാൻസിന്റെ കയ്യിലേക്ക് വന്നു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അതായത് അറബ് റിവോൾട്ട് വന്നപ്പോൾ, അറബ് റിവോൾട്ടിൽ അറബികളാണല്ലോ ഉസ്മാനികൾക്കെതിരെ പട നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ണ്, മക്ക, മദീന അടക്കമുള്ള ഈ മണ്ണിൽ ഒരു ഉസ്മാനികളിൽ നിന്ന് വേറിട്ടാൽ അവർക്ക് അവരുടേതായ അധികാരം വരികയല്ലേ വേണ്ടത്? അതല്ല ഉണ്ടായത്. പകരം അറബ് റിവോൾട്ട് കഴിഞ്ഞപ്പോൾ ഈ ദേശങ്ങൾ ഒന്നടങ്കം ആരെ കയ്യിലേക്ക് പോയി? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ കയ്യിലേക്ക് പോയി. എന്തുകൊണ്ട്? അറബ് റിവോൾട്ടിന്റെ ചുക്കം പിടിച്ചതാരാ? അവരാണ്. അപ്പോൾ ഹെലനൈസേഷൻ സ്വാഭാവികമായി ഇവിടെ കയറിക്കൂടി. ഇസ്ലാമിൽ വന്ന ഹെലനൈസേഷനെ AD 1813 കൂടി പുറത്താക്കിയിട്ടുണ്ട് മുഹമ്മദ് അലി പാഷയെ പോലത്തെ ആളുകൾ. അവർ പിന്നെ 1902 കയറി വന്നു. ഇസ്ലാമിലെ ഹെലനൈസേഷൻ, അതാണ് വഹാബിസം. അല്ലാതെ നിങ്ങൾ തവസ്സുലും ഇസ്തിഗാസയും പഠിച്ചും പറഞ്ഞു നടന്ന നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവില്ല. ഇനിയിപ്പോൾ തവസ്സുൽ ചെയ്തിട്ടില്ലെങ്കിൽ ആകാശം പൊളിഞ്ഞോടും, ഇസ്തിഗാസ ചെയ്തില്ലെങ്കിൽ ആകാശം പൊളിഞ്ഞോടും. അതൊക്കെ ഒരു വിഷയം. എവിടെയാണ് മർമ്മം എന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ നമുക്ക് എന്താ കാര്യം? ആവശ്യമില്ലാത്തൊരു എല്ലും കഷ്ടം നമ്മളെ തലയിൽ കണ്ടിട്ടുന്നു. എന്ത്? ഈ തവസ്സുൽ ഇസ്തിഗാസ അയിമങ്ങോട്ട് കൂടെ നമ്മൾ, അതിലൂടെ നമുക്ക് ആരെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ ഇപ്പം ഇവിടെ നടന്നത് എന്ന് മനസ്സിലാക്കാൻ വരെ നമുക്ക് കഴിയില്ല. ഇവിടെ വിഷയം എന്താണെന്നറിയാം? വിഷയം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പം ഈ കൊള്ളക്കാരെ പിന്നിൽ പോലീസ് ജീപ്പ് കൂടിയാൽ കൊള്ളക്കാർ എന്താ പറയുക? 10ന്റെ കെട്ടിനെ നോട്ടനിടും. 10ന്റെ കെട്ട് നോട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അയിമട് കൂടും. 10ന്റെ ഒരു കെട്ട് നോട്ടിട്ടാൽ ഒരു എത്ര പോകുക? എന്തേ 10 നോട്ട് കെട്ടിൽ എത്ര ഉണ്ടാകുക? 1000 ഉറുപ്യ. 100ന്റെ കെട്ടിന്റെ നോട്ട് ഇട്ടാൽ 100ന്റെ നോട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ ബെത്തറി കൊള്ളക്കാർ പോകുക. ഓരോ കയ്യിൽ ടണ്ണ് കണക്കിന് സ്വർണ്ണമുണ്ട്. പോലീസ് വണ്ടി ബാക്കിൽ കൂടി ആ ടണ്ണ് കണക്കിന് സ്വർണം പോകും. അപ്പം ഇവരെന്താ ചെയ്യണത്? നോട്ടിൻ്റെ കെട്ടണുണ്ട്. 100ന്റെ നോട്ട് 500. ഇനി 500ന്റെ നോട്ട് ഇട്ടാൽ തന്നെ 50,000 ഉറുപ്യല്ലേ പോകുള്ളൂ. പറയട മനുഷ്യ. അതിൻ്റെ അടിയിലേക്ക് എന്താ ഈ ബഹളത്തിൽ ഈ എന്താണെന്നറിയാം, ഈ ആഭ്യന്തര വഴക്ക് ഇതിനിടയിൽ നടന്നു കഴിഞ്ഞാൽ കൊള്ള മുതൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റുക കഴിയും. അതാണ് യൂറോപ്യൻസിന് കൊള്ള മുതൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു. നമ്മളുടെ തവസ്സുൽ ഇസ്തിഗാസ ഇട്ടെന്നു.